പുതിയ പാഠപുസ്തകങ്ങൾക്ക് കരിക്കുലം കമ്മിറ്റിയുടെ അംഗീകാരം. 5ാം ക്ലാസ് മുതൽ കലാവിദ്യാഭ്യാസം, തൊഴിൽ വിദ്യാഭ്യാസം എന്നിവയ്ക്ക് പാഠപുസ്തകങ്ങൾ ഉണ്ടാകും. ഇതാദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു ക്രമീകരണം ഉണ്ടാകുന്നത്. പാഠപുസ്തകങ്ങൾ പുറത്തിറങ്ങുന്നതോടൊപ്പം ഡിജിറ്റൽ പതിപ്പും പ്രസിദ്ധീകരിക്കും. നിരവധി പ്രത്യേകതകൾ ഇത്തവണത്തെ പാഠ്യപദ്ധതി പരിഷ്കരണത്തിലുണ്ട്. എല്ലാ പാഠപുസ്തകങ്ങളിലും ഭരണഘടന ആമുഖം ചേർത്തിട്ടുണ്ട്. എല്ലാ പുസ്തകങ്ങളുടെ ആമുഖം പുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖവും മലയാള അക്ഷരമാലയും ഉൾപ്പെടുത്തും. പാഠപുസ്തക പരിഷ്കരണം 10 വർഷത്തിന് ശേഷം. MT വാസുദേവൻ നായർക്കെതിരെ രൂക്ഷ വിമർശനവുമായി G സുധാകരൻ. സമരവും ഭരണവും എന്തെന്ന് MT പഠിപ്പിക്കേണ്ട. സമരവും ഭരണവും നിയമസഭ പറഞ്ഞതാണ്. അതൊക്കെ എല്ലാവരും മറന്നുപോയത്. അന്ന് ആക്ഷേപിച്ചു. എന്ന് വെച്ചാൽ ഭരണം കൊണ്ട് മാത്രം ജനകീയ പ്രശ്നം തീരത്തില്ലെന്നാണ്. അത് മാർക്സിസമാണ്. അത് പഠിച്ചവർക്ക് അറിയത്തുള്ളൂ. അത് പറയാൻ MT വാസുദേവൻ നായരെന്ന് പറയേണ്ട കാര്യമില്ല. ഞങ്ങളൊക്കെ നേരത്തെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. MTയുടെ വാക്ക് ഏറ്റുപറഞ്ഞ ചില സാഹിത്യകാരന്മാർ ഷോ കാണിക്കുന്നുവെന്നും സുധാകരൻ. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും അറസ്റ്റിൽ. 3 കേസുകളിൽ കൂടി അറസ്റ്റ് രേഖപ്പെടുത്തിയത് പൂജപ്പുര ജയിലിലെത്തി. 2 കേസുകളിൽ ജാമ്യം അനുവദിച്ചു കോടതി. കോഴിക്കോട്ടും തൃശൂരും പത്തനംതിട്ടയിലും യൂത്ത് കോൺഗ്രസ് മാർച്ചിൽ സംഘർഷം. കേന്ദ്ര അവഗണനയ്ക്കെതിരെ ഡൽഹിയിൽ സമരത്തിന് LDF. അടുത്ത മാസം 8-ന് ജന്തർ മന്ദിറിൽ പ്രക്ഷോഭത്തിന് തീരുമാനം. മുഖ്യമന്ത്രി, മന്ത്രിമാരും ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കും. രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി ഇന്ന് കേരളത്തിൽ. വൈകിട്ട് കൊച്ചിയിൽ നരേന്ദ്രമോദിയുടെ റോഡ് ഷോ. ഉച്ച മുതൽ ഗതാഗത നിയന്ത്രണം. നാളെ ഗുരുവായൂർ തൃപ്രയാഗ് ക്ഷേത്ര സന്ദർശനം. സാഹിത്യകാരി KB ശ്രീദേവി അന്തരിച്ചു. അന്ത്യം വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് തൃപ്പൂണിത്തുറയിലെ വസതിയിൽ. സംസ്കാരം വൈകിട്ട്. വിടവാങ്ങിയത് നമ്പൂതിരി സമുദായത്തിലെ സ്ത്രീ ജീവിതത്തെ തുറന്നുകാട്ടിയ എഴുത്തുകാരി.